topic is about the checking devices used for magnetic particle inspection. Here we use checking devices to measure the strength and direction of the magnetic field used in magnetic particle inspection purpose. And the ultimate purpose of the checking device is to measure the strength of the magnetic field and the direction of the magnetic field, because we know the strength and direction are very important in MBA testing. കാരണം നമുക്കറിയാം, ഒരു ക്രാക്ക് ഡിറ്റക്റ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ആ ക്രാക്കിൻ്റെ സൈസ് വളരെ ചെറുതാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്തിന് അവിടെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ക്രാക്കിൻ്റെ അലൈൻമെൻറ്റ് എങ്ങനെയാണ് എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും ക്രാക്കിൻ്റെ ആ ഒരു അലൈൻമെൻറ്റ് അതെപ്പോഴും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് പെർപെൻഡിക്കുലർ ആവണം. അപ്പോൾ അതുകൊണ്ട് തന്നെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ ഡയറക്ഷനും ഇവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഈ ഒരു ചെക്കിംഗ് ഡിവൈസിൽ സ്ട്രെങ്തും അതുപോലെ ഡയറക്ഷനും ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ടു ബി വെരിഫൈഡ്. അപ്പോൾ നമുക്ക് ദീസ് ആർ ദ എക്യുപ്മെൻറ്റ്സ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ദ ഫീൽഡ് സ്ട്രെങ്ത് ആൻഡ് ഡയറക്ഷൻ. ഹാൾ എഫക്റ്റ് ഓർ ഗോസ് മീറ്റർ, പൈ ഗേജ്, ക്വാണ്ടിറ്റേറ്റീവ് ക്വാളിറ്റി ഇൻഡിക്കേറ്റർ QQI ആൻഡ് സ്ലോട്ടഡ് സ്ട്രിപ്സ്. ഈ 4 ഡിവൈസുകളാണ് നമ്മൾ അതിനുവേണ്ടി യൂസ് ചെയ്യുക. ഫസ്റ്റ് വൺ ഈസ് ഹാൾ എഫക്റ്റ് ഓർ ഗോസ് മീറ്റർ. A gauge meter is commonly used to measure the tangential field strength on the surface of the part. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് മെഷർ ചെയ്യാനാണ് നമ്മൾ ഗോസ് മീറ്റർ യൂസ് ചെയ്യുക. എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഗോസ് മീറ്റർ 2 ടൈപ്പ് ഉണ്ട്. ട്രാൻസ്വേഴ്സ് പ്രോബും ഉണ്ട്, ആക്സിയൽ പ്രോബും ഉണ്ട്. അപ്പോൾ ഇതാണ് ആക്സിയൽ പ്രോബ് അറേഞ്ച്മെൻറ്റ്. ഇവിടെയായിട്ടൊരു സെൻസിങ് എലമെൻ്റ് ഉണ്ട്. ഹാൾ എഫക്റ്റ് സെൻസർ എന്ന് നമ്മൾ അതിനെ വിളിക്കും. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്തിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് ഈ ഡിവൈസ് നമുക്ക് തരും. അപ്പോൾ നമ്മൾ ആക്സിയൽ പ്രോബ് ഈ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കുന്നു. ട്രാൻസ്വേഴ്സ് പ്രോബ് ഈ ഒരു രീതിയിലും നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുന്നു. അപ്പോൾ ഈ ആക്സിയൽ പ്രോബ് സെൻസസ് പാരലൽ ടു ദ ഫീൽഡ്, അതായത് ഫീൽഡിന് പാരലായിട്ട് എത്രമാത്രം മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് ഉണ്ട്, അതുപോലെ തന്നെ ഫീൽഡിൻ്റെ ക്രോസ് ആയിട്ടാണ് ഈ ഒരു സെൻസർ വെക്കുക. അപ്പോൾ എന്തുമാത്രം സ്ട്രെങ്ത് ഉണ്ട് എന്നുള്ളത് ഡിറ്റക്റ്റ് ചെയ്യുന്നു. ട്രാൻസ്വേഴ്സ് പ്രോബ്, ദേ ഹാവ് ദ ഹാൾ എഫക്റ്റ് എലമെൻറ്റ് mounted on a thin flat stem and they are used to make measurements between 2 magnetic poles. അപ്പോൾ ഇതാണ് ട്രാൻസ്വേഴ്സ് പ്രോബ്. അത് 2 മാഗ്നറ്റിക് പോൾസിന് ഇടയ്ക്ക് വെച്ചുകൊണ്ട് മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇത് വെച്ചുകൊണ്ട് എത്രമാത്രമാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് എന്നുള്ളത് ഡിറ്റക്റ്റ് ചെയ്യുന്നു. ഇനി ആക്സിയൽ പ്രോബ്സ്. ആക്സിയൽ ഹാൾ എഫക്റ്റ് പ്രോബ്സ് ഹാവ് ദ സെൻസിങ് എലമെൻറ്റ് mounted such that the magnetic flux in the direction of the long axis of the probe is measured. അതായത് ഇവിടെ ഈ ഒരു പ്രോബ് ഇരിക്കുക മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് പാരൽ എന്നൊരു രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാരലായിട്ട് വരുന്ന ഫീൽഡ് സ്ട്രെങ്ത് എത്ര എന്നുള്ളത് മെഷർ ചെയ്യാൻ ഈ ഒരു ആക്സിയൽ പ്രോബ് നമ്മൾ യൂസ് ചെയ്യുന്നു. ഇതാണ് ഹാൾ എഫക്റ്റ് സെൻസർ. നമ്മൾ ഈ കാണുന്ന ഇതാണ് ഹാൾ എഫക്റ്റ് സെൻസർ. അപ്പോൾ നമുക്കതിൻ്റെ ഔട്ട്പുട്ട് ഇതുപോലെ ഡിസ്പ്ലേ ചെയ്ത് വരും. The Hall effect voltage is a function of the angle at which the magnetic lines of flux pass through the sensing element. അതായത് ആ ഹാൾ എഫക്റ്റ് സെൻസറിൽ മാഗ്നറ്റിക് ഫ്ലക്സ് കട്ട് ചെയ്യുന്നു. അതിൻ്റെ ആ കട്ട് ചെയ്യുന്ന റേറ്റിന് പ്രൊപ്പോർഷണലായിട്ടായിരിക്കും ഹാൾ എഫക്റ്റ് വോൾട്ടേജ് വരിക. ഇറ്റ്സ് എ ഫങ്ഷൻ ഓഫ് ദ ആംഗിൾ അറ്റ് വിച്ച് ദ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫ്ലക്സ് പാസ്. ഇനി when the lines of flux pass perpendicularly 90 degree through the sensing element, highest Hall effect voltage can be recorded. അതായത് ഹാൾ എഫക്റ്റ് സെൻസറും മാഗ്നറ്റിക് ഫ്ലക്സ് ലൈൻസും പെർപെൻഡിക്കുലർ ആകുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ആയിട്ട് വെക്കുകയാണെങ്കിൽ അവിടെ മാക്സിമം ഹാൾ എഫക്റ്റ് വോൾട്ടേജ് റെക്കോർഡ് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് ഡിവൈസ് ആണ് ക്വാണ്ടിറ്റേറ്റീവ് ക്വാളിറ്റി ഇൻഡിക്കേറ്റർ അല്ലെങ്കിൽ QQI എന്ന് പറയും. QQI are magnetic particle test pieces with artificial defects that are used to verify field direction and strength. അതായത് നോക്കാം, ഈ കാണുന്നതാണ് QQI. ഇവിടെ ആർട്ടിഫിഷ്യലായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന കുറച്ച് മാർക്കിങ്സ് ഉണ്ട്. മീൻസ് നമുക്കൊരു ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് ഒരു മാർക്കിംഗ് ആണ്. ഒരു സ്പെസിമെനിൽ ഒരു ഡിഫക്റ്റ് ഉണ്ട് മീൻസ് അവിടെ ഒരു ഡിസ്കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ ഒരു ക്രാക്ക്
എന്ന് പറയുന്ന രീതിയിലാണുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ആർട്ടിഫിഷ്യലി ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഡിസ്കണ്ടിന്യൂറ്റീസ് ആണ്. അപ്പോൾ ഈ സർക്കുലർ ഷേപ്പിലുള്ള ഒരു ഡിസ്കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ ക്രോസ് ഷേപ്പിലുള്ള ഡിസ്കണ്ടിന്യൂറ്റി, അതുപോലെ തന്നെ ഇവിടെയും കോൺസെൻട്രിക് ആയിട്ടുള്ള ഡിസ്കണ്ടിന്യൂറ്റി, അങ്ങനെ ആർട്ടിഫിഷ്യലി നമ്മൾ ചെയ്തെടുത്തിരിക്കുന്ന ഡിസ്കണ്ടിന്യൂറ്റീസാണിത്. അപ്പം ഇതൊരു സ്റ്റിക്കർ പോലെ ഇരിക്കും. സ്റ്റിക്കർ മീൻസ് ഒരു ചെറിയ സ്ലോട്ട് എന്നാ പറയുന്നത് ഒരു സ്ട്രിപ്പാണ്. അപ്പോൾ ആ ഒരു സ്ട്രിപ്പ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എവിടെയാണോ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന അവിടെ ഈ സ്ട്രിപ്പ് വെച്ചുകൊണ്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നു. ഓക്കെ, ദ ക്വാണ്ടിറ്റേറ്റീവ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് or artificial flow standard is often the preferred method of assuring proper field direction and adequate strength. അപ്പോൾ ഫീൽഡ് ഡയറക്ഷനും സ്ട്രെങ്തും നമുക്ക് ഈ ആർട്ടിഫിഷ്യലി മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന ഈ ഒരു സ്ട്രിപ്പ്, ആ സ്ട്രിപ്പിലാണ് നമ്മൾ ഈ കാണുന്ന രീതിയിലുള്ള ഡിഫക്റ്റ്, ആർട്ടിഫിഷ്യലി മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന ഡിഫക്റ്റ് എന്ന് പറയാം ഉള്ളത്. It is used for calibration of magnetic field strength and direction. മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്തും ഡയറക്ഷനും നമുക്ക് ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ചുകൊണ്ട് മനസ്സിലാക്കാം. ഇനി ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് തിൻ സ്റ്റീൽ സ്ട്രിപ്സ് വിത്ത് എ തിക്നെസ് ഓഫ് 0.05 to 0.1 mm ആൻഡ് സ്പെസിഫിക് പാറ്റേൺസ് ആർ എച്ച്ഡ് ഓൺ ദ സർഫസ്. അപ്പോൾ ഇതൊരു തിൻ ഷീറ്റാണ്. ആ ഷീറ്റിൽ നമ്മൾ ഈ കാണുന്ന രീതിയിലുള്ള പാറ്റേൺസ് മാർക്ക് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ എച്ച് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ പാറ്റേൺസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ഡിഫക്റ്റിന് തുല്യമാകുന്ന രീതിയിൽ, എന്ന് വെച്ചാൽ ആ ഒരു സർഫസ് പെർഫെക്റ്റ്ലി ഫ്ലാറ്റ് അല്ലാവത്തിൽ ഇതുപോലെ മാർക്കിങ്സ് ഉണ്ടാകുമ്പോൾ അതൊരു ടൈപ്പ് ഓഫ് സർഫസ് ഡിഫക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ആർട്ടിഫിഷ്യലി മെയ്ഡ് സർഫസ് ഡിഫക്റ്റ്. ഇനി നമുക്ക് ഏത് സ്പെസിമെനാണോ ടെസ്റ്റ് ചെയ്യേണ്ട ആ സ്പെസിമെന് മുകളിൽ നമ്മൾ ഈ കാണുന്ന ഈ സ്ട്രിപ്സ് പേസ്റ്റ് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് സപ്ലൈ ചെയ്തു. മാഗ്നറ്റിക് പാർട്ടിക്കിൾ സപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്തും ഡയറക്ഷനും ഈ ഒരു പാറ്റേൺ ഉപയോഗിച്ച് ഔത്ത് ചെയ്ത് മനസ്സിലാക്കാം. ഈ പാറ്റേൺ സർക്കുലർ ഫോമിലുണ്ട്, അതുപോലെ തന്നെ ക്രോസ് ഷേപ്പിലുമുണ്ട്. ഈ കാണുന്ന ക്രോസ് ഷേപ്പിലും നമുക്ക് ഈ പാറ്റേൺ ഉണ്ട്. ഇനി ഈ കാണുന്നത് പല ടൈപ്പ് ഓഫ് പാറ്റേൺ ആണ്. അതിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് ബേസിക് സർക്കുലർ ആൻഡ് ക്രോസ് ബാർ ഫ്ലോ കോൺഫിഗറേഷൻ ആണ്. അപ്പോൾ അതിൻ്റെ ഫ്ലോ ഡെപ്ത് ഓഫ് 30% ഓഫ് ഷിം തിക്നെസ്. അപ്പോൾ അതിൻ്റെ തിക്നെസ്സും അതിൻ്റെ ഡിസ്ക്രിപ്ഷനുമാണ് പറയുക. അപ്പോൾ നമ്മളിനി ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് എത്ര മാത്രമാണ്, അതുപോലെ തന്നെ ഡയറക്ഷൻ എങ്ങനെയാണ് എന്നുള്ളത് ചെക്ക് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇതൊരു ക്രോസ് ഷേപ്പിലുള്ള ഡിവൈസ് ആണ് കരുതുക. അപ്പം നമ്മൾ മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് ഇടുന്ന സമയത്ത് ഈ വെർട്ടിക്കൽ ലൈനിലായിട്ട് മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് കൂടുന്നുണ്ട് എന്ന് മനസ്സിലായാൽ നമുക്ക് മനസ്സിലാകുന്നു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ വെർട്ടിക്കൽ ലൈന് പെർപെൻഡിക്കുലർ ആയിട്ടാണ്. മീൻസ് മാഗ്നറ്റിക് പാർട്ടിക്കിളിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാകുന്നു. ഇനി നമ്മൾ മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇടുമ്പോൾ ഈ ഹൊറിസോണ്ടൽ ലൈനിലായിട്ടാണ്, അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ലൈനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. മീൻസ് മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് ചേർന്നിരിക്കുന്നത് ഈ ഹൊറിസോണ്ടൽ ലൈനുള്ള പോർഷനിലാണ് എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ നമുക്ക് മനസ്സിലായി മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത് ഈ ഹൊറിസോണ്ടൽ ലൈന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ ഡയറക്ഷൻ എന്ന് മനസ്സിലാക്കാം. അപ്പം അത്തരത്തിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ഇത് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഈ ഓരോ മാർക്കിങ്സും അതിൻ്റെ തിക്നെസ് വേരി ചെയ്യും. അപ്പോൾ ആ മാർക്കിങ്ങിൻ്റെ തിക്നെസ് എത്രത്തോളം വളരെ മൈന്യൂട്ടായിട്ടുള്ള മാർക്കിങ്സ് വരെ ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ അത്രയ്ക്കും സ്ട്രെങ്ത് ഉണ്ട് ആ ഫീൽഡിന് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇത് പല ടൈപ്പാണ്, അതിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം അതുപോലെ തന്നെ പല പാറ്റേൺസാണ്, കോൺസെൻട്രിക് ആയിട്ടുള്ള പാറ്റേൺസും അതുപോലെ ക്രോസ് ഷേപ്പുള്ള പാറ്റേൺസും ഒക്കെയാണ് ഈ കാണുന്നത്. To ensure intimate contact with the part being inspected, the QQI is taped or glued with the edged side. അതായത് നമുക്ക് എവിടെയാണോ ഏത് ഏരിയയിലാണോ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ടെസ്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ സ്പെസിമെൻ ആയിരിക്കും നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആ സ്പെസിമെൻ്റെ പുറത്ത് നമ്മളിപ്പോഴത്തെ ഉള്ള ഈ സ്ട്രിപ്സ് പേസ്റ്റ് ചെയ്യുന്നു, ഒട്ടിച്ച് വെക്കുന്നു. എന്നിട്ട് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നു, ദെൻ മാഗ്നറ്റിക് പൗഡർ അപ്ലൈ ചെയ്യുന്നു. ആ സമയത്ത് ഫീൽഡ് ഡയറക്ഷനും ഫീൽഡ് സ്ട്രെങ്തും എങ്ങനെയാണെന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് യൂത്ത് ചെയ്ത് മനസ്സിലാകും. അപ്പോൾ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്തു, അതിൻ്റെ ഡയറക്ഷൻ നമുക്ക് QQI അനുസരിച്ച് മനസ്സിലാകുന്നു. എന്നിട്ട് നമ്മൾ സ്പെസിമെനിലേക്ക് നോക്കുന്നു. അപ്പോൾ സ്പെസിമെനിൽ ക്രാക്കുകൾ ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നു.
എന്നിട്ട് എഗെയിൻ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഇപ്പോൾ നമുക്കറിയാം, എഗെയിൻ ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് നോക്കി, എന്നിട്ട് നമ്മൾ ക്രാക്ക് എന്തെങ്കിലും സ്പെസിമെനിലുണ്ടോ എന്ന് മനസ്സിലാക്കാം. അപ്പോൾ അത്തരത്തിൽ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷനും സ്ട്രെങ്തും നമുക്ക് മനസ്സിലാക്കാൻ ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ച് സാധിക്കുന്നു. അതെ, അതാണ് എഴുതിയിരിക്കുന്നത്. ബൈ സ്പ്രെഡിങ് മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് ഓവർ ദ കമ്പോണൻറ്റ് ദ പാർട്ടിക്കിൾസ് ഗെറ്റ് അഡ്ഹിയർഡ് ഓൺ ദ പാർട്ട് സർഫസ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ അബൌട്ട് ദ ഫീൽഡ് ഡയറക്ഷൻ. അപ്പോൾ നമ്മൾ ഈ സ്പെസിമെനിലേക്ക് മാഗ്നറ്റിക് പൗഡർ സപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ സ്ട്രിപ്പിൻ്റെ പുറത്തും മാഗ്നറ്റിക് പൗഡർ വീഴുന്നു. അപ്പോൾ അകത്തു നിന്ന് ആ സ്ട്രിപ്പിൽ നിന്ന് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും സ്ട്രെങ്തും അകത്തു നിന്ന് മനസ്സിലാകും. ദെൻ നമ്മൾ സ്പെസിമെനി നോക്കുമ്പോൾ സ്പെസിമെനി ക്രാക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാകാം. ഓക്കെ, നെക്സ്റ്റ് ഡിവൈസാണ് പൈ ഗേജ്. പൈ ഗേജും ഏകദേശം ഇതുമായിട്ട് സിമിലർ ആയിട്ടുള്ളൊരു ഡിവൈസാണ്. പൈ ഗേജിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഈ കാണുന്ന രീതിയിൽ ഇതൊരു പീസാണ്. ഇതുപോലെ 1, 2, 3, 4, 5, 6, 7, 8 ഇത്തരത്തിൽ 8 പീസുകൾ ഈ രീതിയിൽ ജോയിൻ ചെയ്യും. അവിടെ നമ്മൾ വെൽഡ് ചെയ്ത് വെക്കും. ഈ ഒരു രീതിയിൽ അവിടെ ജോയിൻ ചെയ്യും. എന്നിട്ട് ഇത്തരത്തിലൊരു ഡിവൈസ് ആയിരിക്കും നമുക്ക് എവിടെയാണോ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ടെസ്റ്റ് ചെയ്യേണ്ടത് അവിടെ കൊണ്ട് വെക്കും. എന്നിട്ട് ഇതിനകത്ത് മുകളിലോട്ട് നമ്മൾ പൗഡർ ഇടുന്ന സമയത്ത് മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് ഈ ഒരു പോർഷനിൽ ഈ ഒരു ലൈനിലാണ് അക്യുമുലേറ്റ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് മനസ്സിലായി മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എങ്ങനെയാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ ഒരു പൈ ഗേജിന് മുകളിലേക്ക് നമ്മൾ മാഗ്നറ്റിക് പൗഡർ ഇടുന്നു. മാഗ്നറ്റിക് പൗഡർ ഇടുന്ന സമയത്ത് നമുക്ക് മാഗ്നറ്റിക് പൗഡർ അക്യുമുലേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ മാഗ്നറ്റിക് പൗഡർ അട്രാക്റ്റ് ആവുന്നത് ഈ ഒരു, കാരണം ഈ ഓരോ ജോയിനിങ്ങും ശരിക്കും ഒരു ആർട്ടിഫിഷ്യലി മെയ്ഡ് ഡിഫക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം, ഈ ഓരോ ജോയിനിങ്ങും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, നമ്മൾ മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് വിതറുമ്പോൾ അത് ഈ ഒരു ഡിഫക്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ഈ ഒരു ലൈനിലേക്ക് അട്രാക്റ്റ് ആവുകയാണെന്ന് കരുതിക്കോ. അപ്പോൾ അതിൻ്റെ മീനിങ് നമുക്ക് മനസ്സിലാകും. മാഗ്നറ്റിക് പാർട്ടിക്കിളിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഹൊറിസോണ്ടലാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലൈനാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ലൈന് ചുറ്റുമാണ് മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് അക്യുമുലേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് മനസ്സിലായി മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് വെർട്ടിക്കലാണ്. ഓക്കെ, അപ്പോൾ ഈ വെർട്ടിക്കൽ ലൈനിലെയും ഹൊറിസോണ്ടൽ ലൈനിലേക്കും മാഗ്നറ്റിക് പാർട്ടിക്കിൾ അട്രാക്റ്റ് ആവുന്നതനുസരിച്ച് നമുക്ക് ഡയറക്ഷൻ മനസ്സിലാവും മാഗ്നറ്റിക് ഫീൽഡിനെ. അതുപോലെ തന്നെയാണ് ഈ ഒരു ലൈനുകളും. ഈ ലൈനിലും നമുക്ക് എത്ര വൃത്തിയായിട്ട് അല്ലെങ്കിൽ എത്ര നമുക്ക് വിസിബിളായിട്ടത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളത് ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനെ ആശ്രയിച്ചിരിക്കും. ഫോർ എക്സാമ്പിൾ, മാഗ്നറ്റിക് ഫീൽഡ് ഈ ഒരു ഡയറക്ഷനാണ് വരുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു ലൈൻ വളരെ പെർഫെക്റ്റ് ആയിട്ട് കാണാം. ആ സമയത്ത് ബാക്കിയുള്ള ലൈനുകൾ എന്ന് പറയുന്നത് നമുക്കത്ര ഔത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് പാർട്ടിക്കിൾസിൻ്റെ എമൗണ്ട് കുറവായിരിക്കും ആസ് കമ്പയർഡ് ടു ദിസ്. കാരണം മാക്സിമം സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് ക്രാക്കിൻ്റെ ആ ഒരു ഡയറക്ഷനും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനും പെർപെൻഡിക്കുലർ ആയിരിക്കുമ്പോഴാണ്. ഓക്കെ, ദ പൈ ഗേജ് ഈസ് എ ഡിസ്ക് ഓഫ് ഹൈലി പെർമിയബിൾ മെറ്റീരിയൽ ഡിവൈഡ് ഇൻറ്റു 4, 6 or 8 സെക്ഷൻസ്. നമ്മൾ നേരത്തെ കാണുന്ന ഡയഗ്രത്തിൽ 8 സെക്ഷൻ ഉള്ളതായിരുന്നു. ബൈ നോൺ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ. ദ ഡിവിഷൻ സെർവ്സ് അസ് ആർട്ടിഫിഷ്യൽ ഡിഫക്റ്റ് that radiate out in different direction from the center. ഈ കാണുന്ന ഈ ഓരോ ജോയിൻ ചെയ്ത ഈ ഓരോ പോർഷനും ഒരു ആർട്ടിഫിഷ്യൽ ഡിഫക്റ്റ് എന്ന രീതിയിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പം ഇതിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്ന പാർട്ടിക്കിളിനെ ബേസ് ചെയ്തുകൊണ്ട് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് എന്നുള്ളത്. ദ സെക്ഷൻസ് ആർ ഫർണസ് ബ്രേസ്ഡ് ആൻഡ് കോപ്പർ പ്ലേറ്റഡ്. ബ്രേസ് ചെയ്ത് ഈ ഓരോ പോർഷൻസും അല്ലെങ്കിൽ വെൽഡ് ചെയ്ത് ഈ ഓരോ പോർഷൻസും സെക്ഷൻസും നമ്മൾ എടുക്കുന്നു. അപ്പോൾ ഈ കാണുന്നതാണ് പൈ ഗേജ്. ഈ പൈ ഗേജ് വെച്ചുകൊണ്ട് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാം. ദ ഗേജ് ഈസ് പ്ലേസ്ഡ് ഓൺ ദ ടെസ്റ്റ് സ്പെസിമെൻ ഡ്യൂറിങ് മാഗ്നറ്റൈസേഷൻ വിത്ത് ഇറ്റ്സ് കോപ്പർ ഫേസ് അപ്പ്. അതായത് നമുക്ക് ഏത് സ്പെസിമെൻ ആണോ ടെസ്റ്റ് ചെയ്യേണ്ട ആ സ്പെസിമെനിലേക്ക് നമ്മൾ ഈ പൈ ഗേജ് വെക്കുന്നു. ദെൻ മാഗ്നറ്റൈസ് ചെയ്യുന്നു. ദെൻ മാഗ്നറ്റിക് പാർട്ടിക്കിൾ വിതറുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് പൈ ഗേജ് ഉപയോഗിച്ചുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നു. പൈ ഗേജസ് ആർ മെയിൻലി യൂസ്ഡ് ഓൺ ഫ്ലാറ്റ് സർഫസ് സച്ച് എസ് വെൽഡ്മെൻസ് ഓർ സ്റ്റീൽ കാസ്റ്റിങ്സ് വെയർ ഡ്രൈ പൗഡർ ഈസ് യൂസ്ഡ് വിത്ത് എ യോക്ക് ഓർ പ്ലോട്ട്സ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഫ്ലാറ്റ് സർഫസിന് അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ സർഫസിന് ഇത് സ്യൂട്ടബിൾ അല്ല. ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫസിലാണ് കൂടുതലും ഈ പൈ ഗേജ്
സ്യൂട്ടബിൾ ആകുക. അവിടെ നമ്മൾ ഒന്നുകിൽ ഇലക്ട്രോമാഗ്നറ്റിക് യോക്കോ അല്ലെങ്കിൽ പ്ലോട്ട്സോ യൂസ് ചെയ്യുന്ന കേസും ആയിരിക്കണം. ഇനി ഈ പറയുന്ന സെൻറ്റൻസ് നമ്മൾ നേരത്തെ പറഞ്ഞാണ്, ആ ജോയിൻ ചെയ്തിരിക്കുന്ന ഓരോ സെക്ഷൻസും ജോയിൻ ചെയ്തിരിക്കുന്ന ആ ഒരു പോർഷൻ എന്ന് പറയുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഡിഫക്റ്റ് എന്ന രീതിയിൽ വർക്ക് ചെയ്യുന്നു. ഔത്തിൽ മാഗ്നറ്റിക് പാർട്ടിക്കിൾസ് ഏത് ലൈനിലാണോ കൂടുന്നത് അത് നമുക്ക് ഡയറക്ഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നു. The pie gauge is not recommended for precision parts with a complex shape for wet method application. അതായത് കോംപ്ലക്സ് ആയിട്ടുള്ള ഷേപ്പുകൾ ടെസ്റ്റ് ചെയ്യുന്ന കേസിൽ പൈ ഗേജ് എന്ന് പറയുന്നത് സ്യൂട്ടബിൾ ആയിരിക്കില്ല. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ദ ഗേജ് ഷുഡ് ബി ഡീമാഗ്നറ്റൈസ്ഡ് ബിറ്റ്വീൻ റീഡിങ്സ്. അപ്പം നമ്മൾ ആദ്യം ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ പൈ ഗേജ് ഡീമാഗ്നറ്റൈസ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ എറർ കാണിക്കും. നെക്സ്റ്റ് ആണ് സ്ലോട്ടഡ് സ്ട്രിപ്സ്. ഇതുപോലെ തന്നെയുള്ളൊരു ഡിവൈസാണ് സ്ലോട്ടഡ് സ്ട്രിപ്സ്. Slotted strips are piece of highly permeable ferromagnetic materials with slots of different widths. നമ്മൾ ഈ കാണുന്ന രീതിയിൽ പല വിഡ്ത്തിലുള്ള പല സ്ലോട്ടുകൾ അടങ്ങിയ ഒരു സ്ട്രിപ്പാണ് ഈ കാണുന്നത്. ഈ സ്ട്രിപ്പ് നമ്മൾ എവിടെയാണോ നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത് ആ ഒരു പ്ലേസിൽ കൊണ്ട് വയ്ക്കുന്നു. ദീസ് സ്ട്രിപ്സ് ക്യാൻ ബി യൂസ്ഡ് വിത്ത് ദ വെറ്റ് ഓർ ഡ്രൈ മെത്തേഡിലോ വെറ്റ് മെത്തേഡിലോ യൂസ് ചെയ്യാം. They are placed on the test object and magnetic field is established. നമുക്ക് ഏത് സ്പെസിമെൻ ആണോ ടെസ്റ്റ് ചെയ്യേണ്ടത് ആ സ്പെസിമെൻ്റെ മുകളിലേക്ക് ഈ സ്ലോട്ടർ സ്ട്രിപ്പ് വെക്കുന്നു. ദെൻ മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നു, പൗഡർ അപ്ലൈ ചെയ്യുന്നു. The indications produced on the strips give the inspector a general idea of the field strength in a particular area. അപ്പോൾ ഇവിടെ പല വിഡ്ത്തിലുള്ള പല സ്ട്രിപ്സാണ് ഉള്ളത്. ഈ കാണുന്ന രീതിയിൽ പല വിഡ്ത്തിലാണ്, ഡിഫറൻറ്റ് വിഡ്ത്തിലുള്ള സ്ട്രിപ്സ് ആയിരിക്കും ഈ ഒരു ഫുൾ സ്ട്രിപ്പിലുണ്ടാകുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്ട്രിപ്പ് എത്രത്തോളം വൃത്തിയായിട്ട് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ചിരിക്കും. അതായത് ചെറിയൊരു വിഡ്ത്ത് കുറഞ്ഞ ഒരു വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു വിഡ്ത്ത് കുറഞ്ഞ ഒരു സ്ട്രിപ്പ് അല്ലെങ്കിൽ ഒരു സ്ലോട്ട് എന്ന് പറയുന്നത് തന്നെ എന്തായിരിക്കും, അത് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ സ്ട്രെങ്ത് കൂടിയ മാഗ്നറ്റിക് ഫീൽഡിന് അത് സാധിക്കും. അപ്പോൾ അത്തരത്തിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ഈ ഒരു സ്ലോട്ടഡ് സ്ട്രിപ്പ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഈ ഒരു സ്ട്രിപ്പിൽ ഡിഫറൻറ്റ് വിഡ്ത്തിലുള്ള സ്ലോട്ടുണ്ട്. അപ്പോൾ ഈ സ്ലോട്ടിൽ നമുക്ക് ഏത് സ്പെസിമെനാണോ ടെസ്റ്റ് ചെയ്യേണ്ടത് ആ സ്പെസിമെനിലേക്ക് വെക്കുന്നു. ദെൻ അതിനുശേഷം നമ്മൾ മാഗ്നറ്റിക് പൗഡർ ഇടുന്നു. അതിനുശേഷം നമുക്ക് ഈ ഒരു സ്ലോട്ടഡ് സ്ട്രിപ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് എത്രമാത്രമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇൻ്റർപ്രിറ്റേഷൻ, മാഗ്നറ്റിക് പാർട്ടിക്കിൾ ഇൻസ്പെക്ഷനെ നമ്മൾ എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു എന്നുള്ളത് നോക്കാം. താങ്ക് യു.